എന്നാ പരിപാടി? എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് വെജിറ്റബിൾ ഗാർഡനിലേക്കോ പൂന്തോട്ടത്തിലേക്കോ ഒന്നും ഇറങ്ങാൻ പറ്റണില്ലായിരുന്നു കേട്ടോ. കുറച്ച് അത്യാവശ്യം വേറെ കുറച്ച് പണികളുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇന്നൊന്ന് ഇറങ്ങിയതാണ്. അത്യാവശ്യ പണികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടേ. വേനൽക്കാലത്തൊക്കെ നമ്മുടെ പച്ചക്കറികളും ഒക്കെ നട്ടുപിടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ നട്ടാൽ എന്ത് ഇതും ഉണ്ടാവില്ല, എത്ര തവണ നട്ടാലും ഉണ്ടാവില്ല, അതാണ് വിഷയം. അപ്പം ഞാൻ ഇപ്പം ഒന്ന് കുറച്ച് പച്ചക്കറി തൈകളൊക്കെ ഒന്ന് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം മുളച്ച് വരും, പക്ഷേ ഉണ്ടല്ലോ എന്നാ വിഷയം എന്ന് വെച്ചാൽ മുരടിച്ച് അങ്ങ് വന്ന് ഒരുമാതിരി അങ്ങ് ആയിപ്പോവുക, വളർച്ചയില്ല തൈകൾക്ക്. അപ്പം ഞാൻ ഓർത്തു ഈ എടുത്ത് ആ സ്ഥലത്ത് തന്നെയല്ലോ നമ്മൾ അത്യാവശ്യം ചോലയില്ലാത്ത പ്ലേസൊക്കെ നോക്കി മിക്കപ്പോഴും അവിടെ തന്നെയാണല്ലോ നടിയില്ല, അതുകൊണ്ടായിരിക്കും ഓർത്ത്. അപ്പം ഞാൻ ഈ പ്രാവശ്യം ഗ്രോ ബാഗ് വാങ്ങിച്ചേ, അതിൽ കുറച്ച് തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടു. അപ്പം ഞാൻ ഇത്ര കാഴ്ച തുടങ്ങിയില്ല, ഇത്രയൊക്കെ കയറി വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ ഇത്രയൊക്കെ ഒന്ന് ആക്കിയെടുത്ത കുറച്ച് ടിപ്സ്. പലരും പറയും ഈ വേനൽക്കാലത്ത് നമുക്ക് തൈകൾ നട്ടാൽ ഒന്നും പിടിക്കണില്ല, ഒന്നും ആവണില്ല എന്നൊക്കെ. അപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്ത ചില രീതികളൊക്കെ ഞാൻ പറയാം. ഇപ്പം വേനലായതുകൊണ്ട് നമ്മൾ ഇപ്പം പയറിൻ്റെയോ ബീൻസിൻ്റെയോ ഒക്കെ വിത്തിടുമ്പോൾ വെള്ളത്തിൽ തലേദിവസം രാത്രി വെള്ളത്തിലിടുക, പിറ്റേ ദിവസം എടുത്ത് രാവിലെ നടുക. രാവിലെ നടണയാണ് നല്ലതെന്ന് കേട്ടോ പറയണേ, ഉച്ച കഴിഞ്ഞിട്ടേക്കാളും. അപ്പം ഞാൻ അങ്ങനെ രാവിലെ നട്ടു. അയ്യോ കൊച്ചിനെ അറിയത്തില്ല. വെള്ളത്തിലിട്ട് കുതിർത്തിയതായതുകൊണ്ട് പെട്ടെന്ന് മുളച്ച് വരും. പിന്നെയല്ല, മുളച്ച് വന്നപ്പോൾ 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ചെറുതായിട്ട് ഞാൻ ചാരം, അപ്പം കീടശല്യങ്ങളും മുരടിപ്പ് അങ്ങനെയുള്ളതൊക്കെ കൂടാനുള്ള ചാൻസ് ഈ വേനൽക്കാലത്തുണ്ട്. അപ്പം ഞാനൊരു 3-4-5 ദിവസമായി, 5 ദിവസമായപ്പോഴത്തേക്കും കുറച്ച് നൈസായിട്ടൊന്ന് ചാരമൊക്കെ തൂളി കൊടുത്തു കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ജൈവവളമാണ് ഉപയോഗിക്കണത്. കടലപ്പിണ്ണാക്ക്, പിന്നെ ചാണകം, അതാണ് കലക്കി ഒഴിക്കാറുള്ളത്. പിന്നെ ഇടയ്ക്ക് ഞാൻ ചെയ്യണ രീതി എന്ന് പറഞ്ഞാൽ ഈ വെളുത്തുള്ളി ചതച്ച്, അതുപോലെ തന്നെ പുകയില കഷായം, ഇത് തളിച്ചിടയ്ക്ക് കൊടുക്കും. അപ്പം ഒത്തിരി മാറ്റമുണ്ട്. 3-4 തവണ നട്ട് നോക്കിയായിരുന്നു അല്ലാത്ത മണ്ണിൽ, പക്ഷെ ഉണ്ടാവണില്ല, മുരടിച്ച് പോകും, അല്ലാണ്ട് ഒരു ഗുണവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രോ ബാഗിൽ നട്ട. അപ്പോൾ ഈ രീതികളൊക്കെ ഞാൻ ഫോളോ ചെയ്തപ്പോൾ അത്യാവശ്യം നമ്മുടെ പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് വന്നിട്ടോ. അപ്പോൾ ആ ഒരു ഇത് എല്ലാവർക്കും ഒരു പ്രയോജനമാവട്ടെ എന്ന് കരുതിയാണ്. നമുക്ക് ഒത്തിരി ഒന്നും ഈ വേനൽക്കാലത്ത് നടാൻ പറ്റില്ല അല്ലേ. അപ്പം 5-6 ചോട് പയറും ബീൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ അടുക്കളയിലേക്ക് ഉള്ള പച്ചക്കറി എടുക്കാനുള്ള പ്ലാന്റ്സായി. അപ്പോൾ അതുകൊണ്ടാട്ടോ. അപ്പം ഞാനിത് അന്നേരം ഒത്തിരി മണ്ണൊന്നും ഇട്ട് കൊടുത്തില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് മണ്ണൊക്കെ അതിൻ്റെ ചോടൊക്കെ പറഞ്ഞു പോകാണ്ട് ഇട്ട് കൊടുക്കണയാണ് കാണുന്നത് കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ ഞാനിവിടെ അങ്ങ് നുള്ളി വിടും, അന്നേരം വീണ്ടും ഒത്തിരി ബ്രാഞ്ചസ് ആയിട്ടുണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് കിട്ടണേ ഇവിടെയും വെളുത്തുള്ളിയുടെയും തോലൊക്കെ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം മണ്ണും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് നന്നായിട്ട് നല്ല വളമായിട്ട് തീർന്നു. കണ്ടോ വെളുത്തുള്ളിയുടെയൊക്കെ തൊലി കിടക്കണുണ്ടോ. ഞാനപ്പോൾ നമ്മളുടെ ഉപയോഗിച്ചത് ഇങ്ങനെ അത് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ ഈ ഗ്രോ ബാഗിലേ എടുത്തിട്ട് നന്നായിട്ട് പയറിന് നല്ല വെയിൽ വേണ്ടേ, നല്ല വെയിലുള്ള എല്ലായിടത്തേക്കും അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. കണ്ടോ ഇതൊക്കെ നന്നായിട്ട് മുരടിക്കാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ ഞാൻ ഈ പുകയില കഷായമൊക്കെ ഒഴിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടോ ഹെൽത്തി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഈ രീതികളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്.